മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് കോളറ പകരുന്നത്. തിരുവനന്തപുരത്ത് മരണമടഞ്ഞ ഒരാൾക്ക് കോളറ സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പ് നടപടികൾ ശക്തമാക്കി. വയറിളക്കം, ഛർദി, നിർജ്ജലീകരണം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. വിബ്രിയോ കോളറ എന്ന ഇനം ബാക്ടീരിയ വഴി ഉണ്ടാകുന്ന വയറിളക്ക രോഗമാണ് കോളറ. ശ്രദ്ധിച്ചില്ലെങ്കിൽ രോഗം പെട്ടെന്ന് പടരും. രോഗലക്ഷണങ്ങൾ മാറിയാലും രോഗിയിൽ നിന്ന് രോഗം പകരാനുള്ള സാധ്യതയുമുണ്ട്. സാധാരണയായി മലിനമായ വെള്ളവും ഭക്ഷണവും വഴിയാണ് കോളറ പടരുന്നത്. രോഗാണുക്കൾ ശരീരത്തിലെത്തി ഏതാനും മണിക്കൂറുകൾ മുതൽ 5 ദിവസത്തിനുള്ളിൽ രോഗം സ്ഥിരീകരിക്കും. പെട്ടെന്നുള്ള കഠിനമായതും വയറുവേദന ഇല്ലാത്തതുമായ വയറിളക്കമാണ് കോളറയുടെ ലക്ഷണങ്ങൾ. മിക്കപ്പോഴും ഛർദിയും ഉണ്ടായിരിക്കും. തുടർന്ന് നിർജ്ജലീകരണത്തിലേക്കും തളർന്ന് കുഴഞ്ഞ അവസ്ഥയിലേക്കും രോഗി പോകും. ശരിയായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ രോഗം ഗുരുതരമാകും. നിർജ്ജലീകരണം കൊണ്ടാണ് രോഗം ഗുരുതരമാവുന്നതും മരണത്തിലേക്ക് എത്തുന്നതും. ആരംഭം മുതൽ ORS ലൈൻ ഉപയോഗിച്ചുള്ള പാനീയ ചികിത്സയിലൂടെ ഗുരുതരാവസ്ഥ കുറയ്ക്കാൻ സാധിക്കും. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. പഴകിയ ഭക്ഷണം ഒഴിവാക്കുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകി ഉപയോഗിക്കുക. വ്യക്തി ശുചിത്വം പാലിക്കുക എന്നിവയിലൂടെ രോഗം പകരാതെ സൂക്ഷിക്കാം. പരിസരം ശുചിയായി സൂക്ഷിക്കുകയും വയറിളക്കമോ ഛർദിയോ ഉണ്ടായാൽ ധാരാളം പാനീയം കുടിക്കുകയും ചെയ്യണം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.